അക്രമ സ്വഭാവങ്ങൾ, അമിത ചൂട്, അമിത ദേഷ്യമൊക്കെ ഉള്ളവർ ഞാൻ മുമ്പ് പറഞ്ഞെന്നാണ്. തേങ്ങപ്പാലിൽ സൂറത്ത് ത്വാഹ മന്ത്രിച്ചു കൊടുക്കുന്നത് അക്രമ സ്വഭാവം നിൽക്കും. മുമ്പ് ഞാൻ പറഞ്ഞാണെന്നല്ല എൻ്റെ ഒരു ഓർമ്മ. തേങ്ങപ്പാലില്ലേ, മാട്ടൂൽ ഇഷ്ടംപോലെ കിട്ടുന്നല്ലേ തേങ്ങ. തേങ്ങാപ്പാൽ 20 മില്ലി തേങ്ങാപ്പാലാണ് വേണ്ടത് ഒരു ദിവസം. 20 മില്ലി തേങ്ങാപ്പാൽ നല്ല പിഴിഞ്ഞെടുത്ത് അതിന്റെ പാലെടുക്കുക, അതിൽ സൂറത്ത് ത്വാഹ മന്ത്രിക്കുക. അതെങ്ങനെങ്കിലും കുടിച്ച് കിട്ടണം. ഫസ്റ്റ് സമയത്ത് കുടിച്ച് കിട്ടില്ലെങ്കിൽ അവിടെ പിന്നെ ചില പ്രത്യേക ക്രമങ്ങളുണ്ട്. ഇതറിഞ്ഞാൽ കുടിച്ചില്ലെങ്കിലും വിഷയമാണ്. വലിയ ചൂടുള്ള സമയത്താണ് കൊണ്ട് കൊടുക്കുന്നത്, പിന്നെ മന്ത്രിച്ചാലും പാത്തിലാവും. പിന്നെ ചെയ്യാനുള്ളത് ആ കുട്ടി കേൾക്കെ രക്തബന്ധമുള്ള ഒരാൾ സൂറത്ത് ത്വാഹ ഓതുക എന്നുള്ളതാണ്. ആ കുട്ടി ഇങ്ങനെ കേൾക്കണം. അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആ കുട്ടി കേട്ടുകൊണ്ടേയിരിക്കണം. ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കെ സൂറത്ത് ത്വാഹ പാരായണം ചെയ്യണം. ഇവിടെ ഖുർആൻ അതിന്റെ പ്രതിഫലനം ശരിയായ രൂപത്തിലാവണമെങ്കിൽ ഓതുന്ന ആള് നല്ല ആളായിരിക്കണം. അതൊരു വലിയ ഷർത്താണ്. മന്ത്രങ്ങൾ ഫലിക്കണമെങ്കിൽ മന്ത്രിക്കുന്ന ആള് ശരിയായിരിക്കണം എന്നാണ്. അത് വലിയ ഷർത്താണ്. പലപ്പോഴും മഹാന്മാരൊക്കെ നല്ല മന്ത്രം എഴുതി തരും. ഈ മന്ത്രിക്കുന്ന ചങ്ങായി ഒരു ലെവലും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പൊ മന്ത്രം ഫലിക്കൂല. ഖുർആനിലും കുറേ മന്ത്രിച്ചു നോക്കി, ഒരു മാറ്റവും ഇല്ല. എല്ലാ തങ്ങന്മാരെത്തി, എല്ലാ ഉസ്താമാരെത്തി, ആരെ എത്തിയ നീയല്ലേ എത്തീനി, നീയല്ലേ ചെയ്തിനി. പിന്നീട് ശരിയാല് ചെയ്യാൻ നല്ല മനുഷ്യരെ വെക്കണം. ഉമർ ബിൻ ഖത്താബ് അത് പറയണ്ട, ആ ചരിത്രം ഞാൻ പറയില്ല. ഒരു സംഭവം ഉണ്ടായിരുന്നു മന്ത്രിയുമായി ബന്ധപ്പെട്ട, പോട്ടെ, ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ആള് ഇനി തൽക്കാലത്തേക്കെങ്കിലും നല്ല മനുഷ്യരാവുക. ആരും ചീത്ത പറയേണ്ട, ആരും ഫിത്ന പറയേണ്ട, ആരും ഫസാദ് പറയാണ്ട് നല്ലോണം ദിക്ർ ചെല്ലുന്ന നാവിന്റെ ഉടമസ്ഥനാവുക. മനുഷ്യനോടുള്ള നല്ല കൃപയും വാത്സല്യമുള്ള ആളാവുക. അങ്ങനെ നല്ല മനുഷ്യനായി നിന്നതിന് ശേഷം ഈ സൂറത്ത് ത്വാഹ പാരായണം ചെയ്യുക. ഈ കുട്ടി കേൾക്കുക. പിന്നെ ഉറങ്ങിയിട്ട് തൊട്ടാൽ അറിയില്ലെങ്കിൽ വേറൊരു ചികിത്സ കൂടി പറയാനുണ്ട്. അതിപ്പോ എനിക്ക് ഇപ്പം അറിയില്ല, അയാളുടെ സ്വഭാവം കൂടി പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും ഖുർആനിൽ ഈ കുട്ടിയുടെ രോഗം ശിഫയാക്കാൻ പറ്റുന്ന വഴികളുണ്ട്. അതിലേറ്റവും എളുപ്പമുള്ളതാണ് സൂറത്ത് ത്വാഹ നല്ല തേങ്ങാപ്പാലിൽ മന്ത്രിച്ചിട്ട് കൊടുക്കുന്നത്. അത് പൊതുവേ തന്നെ കുട്ടികളിലെ അമിത വികൃതി, ഭയങ്കര വാശി, ഭയങ്കര തർക്കം, ഭയങ്കര ദേഷ്യം, അത് കുട്ടികൾ തന്നെ ആണെന്നില്ല, കെട്ടിയവനാണെങ്കിലും കൊടുത്തോ. തേങ്ങാപ്പാലെല്ലാം കണ്ട മൂപ്പർക്കൊരു സ്നേഹം കൂടുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഭയങ്കര ചൂടന്മാരായ ആണുങ്ങന്മാരുണ്ടോ ചില പേർക്ക്? മുമ്പെല്ലാം തേങ്ങാപ്പാൽ മുക്കിയിട്ട് ഒറോട്ടി കൊടുക്കുന്ന കൊണ്ടല്ലേ, നിങ്ങൾക്ക് അത് തിരിയായിട്ടല്ലേ. തേങ്ങാപ്പാൽ മുക്കിയിട്ട് പുതിയാപ്പിളക്ക് ഒറോട്ടി കൊടുക്കുന്ന ഇവന്റെ ചൂട് നിർത്താനാണ്, അല്ലാണ്ട് ഓനോടുള്ള പിരിശം കൊണ്ടൊന്നല്ല. നിങ്ങളെന്താ മനസ്സിലാക്കി? ഈ പെണ്ണുങ്ങന്മാർക്ക് എല്ലാ വിവരവും ഉണ്ട്, എന്നിട്ട് പിന്നെയും പിന്നെ എന്നോട് ഇത് ചോദിക്കുന്നു. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം കൊടുത്താൽ പോരാ, ശരിയാകുന്നവരെ കൊടുക്കണ്ടേ? ചിലപ്പം അതെല്ലാം മന്ത്രിക്കുന്ന ആൾ കടുപ്പം പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? മന്ത്രിക്കുന്ന ആൾ കടുപ്പം പോലെ ഇരിക്കും. ചിലപ്പോൾ പിന്നെ 7 ദിവസം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 14 ദിവസം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 21 ദിവസം കൊടുക്കേണ്ടി വരും. അതങ്ങോട്ട് തീരുന്നവരെ കൊടുക്കാനേ, രോഗം മാറുന്നവരല്ലേ മരുന്ന് കൊടുക്കേണ്ടത് കേട്ടാ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടി അവൾ നമ്മുടെ സഹോദരിയാണല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ കാര്യത്തിൽ എളുപ്പം ചെയ്യട്ടെ. അവരുടെ മനസ്സിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അവരുടെ മനസ്സിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അള്ളാഹുവെ അവർക്കും ഇനിയും ഒരു ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കണേ അള്ളാഹ്. ഒരുപാട് വിവാഹമോചിതകളുണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ. ഭർത്താവ് മരിച്ചുപോയ ചെറുപ്പക്കാരികളുണ്ട്. തമ്പുരാനെ, യാ ജാമിഉ യാ അള്ളാഹ്, നിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തുണ്ട് ഈ പെൺകുട്ടിക്കും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും ദാമ്പത്യ ജീവിതത്തിന്റെ തൗഫീക്ക് കൊടുക്കണേ തമ്പുരാനെ. മനസ്സിലായില്ലേ? അള്ളാഹു ശരിയാക്കി തരും കേട്ടോ. മനസ്സിലാക്കേണ്ടത് 27 വർഷമായി കാല് വിണ്ട് കീറലും ചൊറിഞ്ഞു എന്താണ് വാദവും അനുഭവിക്കുന്നു. എല്ലാവിധ ചികിത്സയും നടത്തി ഇതിന് പൂർണ്ണമായി ഭേദമാക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് ചോദ്യം. പാദഭാഗത്ത് വരുന്ന രോഗത്തിന് തിബ്ബുന്നബവി എന്ന കിതാബിൽ കാണുന്ന നല്ലൊരു ചികിത്സ, അതായത് നെരിയാണിക്ക് താഴെയുള്ള പാദഭാഗത്ത് കാണുന്ന രോഗങ്ങൾക്ക് പൊതുവേ തന്നെ, ചൊറിയാണെങ്കിലും ചൊറിച്ചലാണെങ്കിലും വിണ്ടുകീറലാണെങ്കിലും പൊതുവേ തന്നെ നന്നായി ഫലിക്കുന്ന ഒരു ചികിത്സയാണ് ഹന്നാഇന്റെ ചികിത്സ. അതായത് മൈലാഞ്ചി അരച്ചിടുക എന്നുള്ളത്. ഒരേ സ്ഥലം എല്ലാ ദിവസവും ഇടണം. എല്ലാ ദിവസവും കാലിൽ നന്നായി അരച്ച മൈലാഞ്ചി, ട്യൂബ് മൈലാഞ്ചി അല്ല, ചെടി അരച്ചെടുത്ത മൈലാഞ്ചി. ഈ മൈലാഞ്ചി അവിടെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പരിധി വരെ വലിയ ശിഫ കിട്ടുന്ന ഒരു വഴിയാണ്. ശ്രദ്ധിക്കേണ്ടത്, സോപ്പിന്റെ വെള്ളം ആ സമയത്ത് തട്ടരുത്. സോപ്പിന്റെ വെള്ളം തട്ടരുത്. സോപ്പ് കലർന്ന വെള്ളം, സോപ്പ് കലർന്ന വെള്ളം, കെമിക്കൽസ് കലർന്ന വെള്ളം, ഇതൊക്കെ അപകടമാണ്. ഇത് സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, രോഗം മാറാൻ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം ആ പിന്നെ അതിനെ അപകടപ്പെടുന്ന വഴികളിൽ നിന്നും വിട്ടു നിൽക്കണം.
അപ്പൊ സോപ്പിന്റെ വെള്ളം, അതുപോലെ തന്നെ കെമിക്കൽസ് വെള്ളം, അഴുക്ക് വെള്ളങ്ങൾ, ചളികള്, പിന്നെ പൊതുവെ മാട്ടൂൽ എന്ന് പറയുന്ന പൂഴിയും മണലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഈ ചെറിയ ചെറിയ പൂഴി മണൽ തരികളൊക്കെ ചിലപ്പോൾ ഉള്ളിൽ കയറുന്ന അതൊക്കെ വിഷയുണ്ടാക്കും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ ആശ്വാസം കിട്ടും. പിന്നെ പഴുപ്പും വല്ലാത്ത വേദനയുണ്ടെങ്കിൽ ഈ മൈലാഞ്ചി അരക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ പാദഭാഗത്ത് സ്ഥിരമായി പേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ആശ്വാസമാണ്. പിന്നെ ചില മരുന്നുകൾ ഉള്ളിൽ കുടിക്കേണ്ടതാണ്. അതിപ്പോൾ എനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. ചില ഔഷധങ്ങൾ ഉള്ളിലും കുടിക്കേണ്ടി വരും. കാരണം ശരീരത്തിൽ ഭയങ്കര ഉഷ്ണം ഉണ്ടാവും, ഭയങ്കര ചൂട് കൂടുതലുള്ളവരായിരിക്കും, ശരീരത്തിൽ ക്രമാതീതമായ ചൂട് കൂടുതലുള്ളവരായിരിക്കും. അതിനെ കുറക്കുന്ന ചില രീതികൾ അവർ ജീവിതത്തിൽ തുടരേണ്ടിയും വരും. അങ്ങനെ കൂടി ചെയ്താൽ എളുപ്പത്തിൽ ശിഫ കിട്ടും. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. പൊതുവെ ഉഷ്ണ സംബന്ധമായ, രക്തദൂഷ്യ സംബന്ധമായ ചൊറിച്ചില്, ചൊറി, ഇതുമായി ബന്ധപ്പെട്ട രോഗമുള്ളവർ ഖുർആനിൽ നിന്നും ദുആ ചെയ്യേണ്ടത് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്നതാണ്. എന്നതോടൊപ്പം സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ എന്ന് മന്ത്രിച്ച് വെള്ളം കാലിനൊഴിച്ച് അതങ്ങനെ അവിടെ തന്നെ ഉണങ്ങുന്നതും ശിഫക്ക് കാരണമായി തീരും. അതൊക്കെ അതിനുള്ള വഴികളാണ്. മനസ്സിലായി? പിന്നൊരു ചോദ്യം, അമിതവണ്ണം. ശരി, നല്ലൊരു ചോദ്യമാണത്. പലർക്കും വരുന്ന വിഷയമാണ് അമിതവണ്ണം. അതായത് ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ തടി ഇങ്ങനെ കൂടുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മറുപടി പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് തവിട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. തവിട് അല്ലേ? തവിട് എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ചെയ്താൽ തെറ്റ് വരാൻ സാധ്യതയില്ലാത്തൊരു വഴിയല്ലേ എനിക്ക് സ്റ്റേജിൽ പറയാൻ പറ്റുന്ന ഒരു പബ്ലിക് സ്റ്റേജാണ്. ഒരു 10-20 ഗ്രാം തവിട്, നെല്ല് കുത്തിയതിന്റെ തവിട്, അതിന്റെ ചൂളിയല്ല പറയണത്, തവിട് അത് തിളപ്പിക്കുക, വെള്ളത്തിൽ തിളപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 20 ഗ്രാം നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത്, സ്ഥിരമായി കുടിക്കുന്നത് ഒരു പരിധി വരെ തടി കുറക്കാൻ സഹായകമാണ്. പിന്നെ അത് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ, ഭക്ഷണ രീതിയിൽ നിന്ന് വന്നതാണോ, അങ്ങനെ പലതും പഠിച്ചിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ. അല്ലാതെ എനിക്കിപ്പം ഒരു മാർഗം പറയാൻ പറ്റില്ല അത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊരു കാര്യത്തിലാണ് ഈ തടി വന്നത്, എന്തൊരു കാര്യമാണ് ഈ തടി നിലനിർത്തുന്നത്, അത് ജീനുമായി ബന്ധപ്പെട്ട വിഷയമാണോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ജീൻ ബ്ലോക്കിംഗ് തെറാപ്പി വരുന്നുണ്ട്. ജീൻ ബ്ലോക്കിംഗ് തെറാപ്പി ചിലതൊക്കെ വിജയകരമാണ്. പക്ഷെ എന്തായാലും നല്ല രൂപത്തിൽ ഒരു പരിധിവരെ ശരീരത്തിന്റെ ഭാരം കുറക്കാൻ പറ്റുന്ന രീതി തിബ്ബുൻ നബവിയിലുണ്ട്, പ്രവാചക വൈദ്യശാസ്ത്രത്തിലുണ്ട്. കണ്ണൂര് നമ്മുടെ ഹോസ്പിറ്റലിൽ അത്തരം ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒറ്റവാക്കിൽ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അമിതമായ മുടികൊഴിച്ചലിന്റെ കൂടി അതിലുണ്ട്. അതൊക്കെ വിറ്റാമിൻ കുറവുകൊണ്ടും കാൽസ്യക്കുറവുകൊണ്ടും ശരിയായ രൂപത്തിൽ എണ്ണ തേച്ച് പരിപാലിക്കാത്തത് കൊണ്ടും പലപ്പോഴും പിന്നെ മുടിക്കോ തലയുടെ ചർമ്മത്തിനോ അപകടം പറ്റുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും ഷാമ്പുവോ കെമിക്കൽസോ ഉപയോഗിച്ചത് കൊണ്ടൊക്കെ വരാം. ആന്തരികവും ബാഹ്യവുമായ കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചൽ വരാം. അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒറ്റയടിക്ക് മറുപടിയൊന്നും പറയാൻ കഴിയില്ല. അയാളുടെ ശാരീരിക അവസ്ഥ, ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ചില കാര്യത്തിന്റെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത്രയല്ലേ പറ്റൂ. അപ്പൊ അവര് നെല്ലിക്ക നല്ലോണം തിന്നുക. മുടികൊഴിച്ചിലൊക്കെ പറയുന്ന ആൾ നെല്ലിക്ക, ബദാം, ഈത്തപ്പഴം പോലത്തത് സ്ഥിരം ഒരു ഭക്ഷണമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ പഴത്തിന് തീരെ സ്ഥാനം കൊടുക്കുന്നില്ല. പഴത്തിന് തീരെ സ്ഥാനം കൊടുക്കുന്നില്ല നമ്മളിൽ പലരും. ഒരു വിലയും കൊടുക്കണില്ല പഴത്തിന്. തിന്നിട്ട് അതിന്റെ കൂടെ ചെയ്യേണ്ട എന്തുവാണെന്നാ. പഴം ഒരു ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ, പഴം ഒരു ഭക്ഷണമാണ്. അവൻ നേന്ത്രപ്പഴം കഴിക്കുക, ഈത്തപ്പഴം കഴിക്കുക, നെല്ലിക്ക കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക, ബദാം കഴിക്കുക. ഇങ്ങനെ തലയുമായി ബന്ധപ്പെട്ട് ഗുണം കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ. അതുപോലെ തന്നെ അക്രൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അക്രൂട്ടിന് ഇവിടെ എന്താ പറയാ? ഔക്രൂട്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, അക്രൂട്ട്. ഇനി ഔക്രൂട്ടി വിചാരിക്കണ്ട. അക്രൂട്ട് പരിപ്പ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായ? മറ്റേ ഒരു തലച്ചോറ് പോലത്തെ ഒരു ഇങ്ങനെ തോട് പൊളിച്ച തലച്ചോറ് പോലത്തെ ഒരു സാധനം അങ്ങനെ. ഇനി ഔക്രൂട്ടി എന്ന് പറഞ്ഞാലും സാരമൊന്നുമില്ല, സംഭവം തിരിഞ്ഞാൽ മതി. അത് നല്ലതാ. അതൊക്കെ തിന്ന് തല നല്ല ഉഷാറായിക്കോട്ടെ. ശരി. വിഷാദ രോഗം മാറാൻ ഒരു വഴി പറഞ്ഞു തരണം. വല്ലാത്ത ഇതിന് നല്ല കൗൺസിലിംഗ് വേണം പ്രിയപ്പെട്ടവരെ. പലരിലും ഇന്ന് ഈ മാനസിക അസ്വസ്ഥ ഉണ്ട്. അത് ഒരു വിഷയമായി തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. മനസ്സിന്റെ ദുഃഖം, മനസ്സിന്റെ പ്രയാസം, മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ, അത് വേറെ തന്നെ ഒരു വിഷയമാണ്. നമുക്ക് എന്താ പറയാ, ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ.
അപ്പൊ ഈ റബ്ബനാ ലലംന എന്നുള്ള ദുആ തന്നെ അതിന് പരിഹാരമാണ്. എന്നതുപോലെ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് ഈ രണ്ട് കൈയും തലയിൽ ഇങ്ങനെ വെക്കണം. ഇതൊരു ക്രമമാണ്, ഇതൊരു ട്രീറ്റ്മെന്റ് സ്റ്റൈലാണ്. അതുകൊണ്ടാണ് തലയിൽ വെക്കണം എന്ന് പറയും. തലയിൽ വെച്ചില്ലെങ്കിലും ആയത്തായത്ത് തന്നെയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്ത് 4 തവണ ഇങ്ങനെ കൈവച്ചുകൊണ്ട് 7 സമയത്ത്, അതായത് 5 ഫർള് നിസ്കാര ശേഷവും പിന്നെ തഹജ്ജുദ് ളുഹ 7 സമയത്ത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് മാനസിക പിരിമുറുക്കങ്ങൾ അടക്കമുള്ള സർവ്വരോഗത്തിന് ശിഫ കിട്ടും. ഉറക്കം കിട്ടാത്തവർക്ക് ഉറക്കം കിട്ടാൻ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മതി. പ്രഷർ എപ്പോഴും കൺട്രോൾ ആവാതെ നിൽക്കുന്നവർക്കും ഇത് വലിയ പരിഹാരമാണ്. എങ്ങനെ? കൈ ഇങ്ങനെ വെക്കുക. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നല്ല ദിവസം ഞാനിത് പറഞ്ഞിരുന്നു, വെള്ളിയാഴ്ച രാവ് സ്വലഹത്തിന്റെ രാത്രി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്ഭുതകരമായ റാഹത്ത് ഉണ്ടാവൂട്ടാ, അത് മനസ്സിലായിക്കോളി. പിന്നെ അലം നശ്റഹ് എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം. നമ്മളിൽ പലരും തീരെ ഗൗരവത്തിലെടുക്കാത്ത ഖുർആനിൽ ഒരു അധ്യായമാണ് അലം നശ്റഹ് ലക സദ്റക്. പിന്നെ വിഷാദരോഗം എന്താണെന്ന് പിന്നെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും, ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അജ്ജാതി കോലത്തിൽ ആ രോഗം മാറും. ടെൻഷൻ ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല, ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം, ഉണർവ്, റാഹത്ത്. അലം നശ്റഹ് ഒരു എപ്പോഴും ഓതുന്ന ശീലം നമ്മൾ എപ്പോഴും വർദ്ധിപ്പിക്കണം. മനസ്സിനെപ്പോഴും ഒരു ഉണർവ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഏതായാലും മാനസിക രോഗങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊരു വലിയ വിഷയമാണ്. പലപ്പോഴും നിസ്സാര പ്രശ്നങ്ങളിൽ നിന്ന് മാരകമായ രോഗം, ഭ്രാന്ത് വരെ എത്തുന്ന ഒരു വിഷയമാണിത്. നമുക്ക് പിന്നെപ്പോഴും ഒരു രസം അത് പറയാം. മാനസിക രോഗം എന്താണ്, എങ്ങനെയാണ്, എന്തിൻ്റെതാണ് എന്നതൊക്കെ നമുക്ക് ഒരു രസം ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം പറയാം. അള്ളാഹു ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. മനസ്സിലായില്ലേ? വിഷാദരോഗം മാറിക്കിട്ടും. ഈ 2 കാര്യം മതി. ഇന്നല്ലാഹു മലായികത്തു എന്നതും പിന്നെ ഏതാ പറഞ്ഞത്? അലം നശ്റഹു. വേറെ പലതും ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റുന്ന 2 കാര്യം ഞാൻ പറഞ്ഞു തന്നു. മനസ്സിലായില്ലേ? പിന്നൊരു ചോദ്യം വന്നത്, മകൻ CA എക്സാമിന് നല്ല മാർക്കോടെ പാസ്സാവാൻ പ്രത്യേകം ദുആ ചെയ്യണം, കുടുംബത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം, മകന് അനുയോജ്യനായ ഒരു ഇണയെ കിട്ടാനും ദുആ ചെയ്യണം. നല്ല ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരുപാട് കാര്യം മക്കൾക്ക് വേണ്ടി എഴുതാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. മനസ്സിലല്ലേ? പിന്നെന്താണ്? എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ദുആ. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ആ CA പഠിക്കുന്ന മകനോട് എനിക്ക് പറയാനുള്ളത്, CA പഠിച്ച് പിന്നെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. എനിക്ക് CA യോജിപ്പില്ല. ഞാൻ ഉള്ള തുറന്നു പറയണം. CA എന്ന് പറയുന്നത് ലോകത്ത് സാമ്പത്തിക ദുരന്തം ഉണ്ടാക്കുന്ന ശാസ്ത്രമാണ്. ഞാൻ ഉള്ള തുറന്നു പറയും. എനിക്കൊന്നും മറച്ചു വെച്ച് പ്രസംഗിക്കാൻ കഴിയില്ല. നിങ്ങൾ CA പഠിച്ചോളൂ, ഹൈ മാർക്കിൽ പാസ്സാവണം. എന്നിട്ട് ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിൻ്റെതാണെന്ന് പറയുന്ന ഒരു CA-കാരൻ മാട്ടൂരിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പഠിച്ചോളൂ. CA-ന്റെ സിലബസ് ഞാൻ അല്പം പഠിക്കാൻ ശ്രമിച്ചു. സാധാരണക്കാരനെ ദുരിതത്തിലാക്കുന്ന സാമ്പത്തിക ശൈലി അതിൽ കാണാൻ കഴിഞ്ഞു. ലോകത്ത് സാമ്പത്തിക മാന്യമുണ്ടാക്കുന്ന ശൈലി എനിക്കതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുക്കുക, പഠിക്കുന്ന വിദ്യാർത്ഥിക്ക്. ചോദിച്ചാൽ വിഷമിക്കൊന്നും വേണ്ട. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു വലിയ ഇൽമ എനിക്ക് പറയാൻ പറ്റുമല്ലോ. ലോകത്തെ പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്ന സാമ്പത്തിക ശാസ്ത്രം ഇസ്ലാമിൻ്റെതാണ്. ലോകത്തിന് സാമ്പത്തിക ദുരിതമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെ ഈ സദസ്സിലുള്ളത്? ലോകത്ത് സാമ്പത്തിക ദുരന്തമില്ല. വിലക്കയറ്റങ്ങൾ എന്തുകൊണ്ട് അടിക്കടി വരുന്നത്? ഭരണാധികാരികൾക്ക് സാമ്പത്തിക ഉപദേശം കൊടുക്കുന്ന ചില സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ തെറ്റായ നിർദ്ദേശങ്ങളിൽ നിന്നാണ് രാജ്യത്ത് സാമ്പത്തിക ദുരന്തം വരുന്നത്. നിഷേധിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഇത് പറയും. ജലീൽ ദാരിബി പറഞ്ഞ തെറ്റാണെന്ന് ഒന്ന് പറയും. നിങ്ങൾ കൊണ്ടുവരി ലോകത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ. പക്ഷെ ഈ ചോദ്യം ചോദിച്ചവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കും, ആ മോന് വേണ്ടി ദ്വാരക്കും. കാരണം അവനൊരു മിടുക്കനാവണം. ഒരു ഉമ്മാന്റെ ആഗ്രഹമായിരിക്കും, ഒരു ഉപ്പാന്റെ ആഗ്രഹമായിരിക്കും. നിങ്ങൾക്ക് തോന്നിപ്പോണ്ട സാഹസിൽ ചോദിച്ചാൽ തെറ്റായി പോയി. നന്നായി നിങ്ങൾ ചോദിച്ചത് നന്നായി. ആ കുട്ടി അള്ളാഹു വിജയിപ്പിക്കട്ടെ, അവൻ ഉന്നതനാക്കി തീർക്കട്ടെ. അത് ഞാൻ ആത്മാർത്ഥമായി തന്നെ ദ്വാരക്കണതാ. പക്ഷേ നമ്മൾ ഈ ലോകത്തോടൊരു ബാധ്യത ഉള്ളവരാണ്. നമ്മൾ ഈ രാജ്യത്തോടൊരു ബാധ്യത ഉള്ളവരാണ്. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യ സമുദായത്തോടൊരു ബാധ്യത ഉള്ളവരാണ്. മനുഷ്യ സമുദായം സാമ്പത്തികവും ആരോഗ്യപരമായ വലിയ ദുരിതത്തിലുമാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്ക്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ചായന്റെ പൈസ കൊടുക്കുന്നതോടൊപ്പം അതിന് വാറ്റ് കൂടി കൊടുക്കണം.
ഇത് പുരോഗതിയാണോ? ഇത് പുരോഗതിയാണെന്ന് പറയാൻ കഴിവുള്ള ആരല്ല ഇവിടെ ഇരിക്കുന്നത്? കോഴിക്കോട് നഗരത്തിൽ ഒരു ഹോട്ടലിൽ കയറി ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ വില 110 രൂപ. അഡീഷണൽ എന്റെ ഗവൺമെന്റിന് ഞാൻ കെട്ടത് രാജ്യത്തെ ഒരു പൗരൻ വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഗവൺമെന്റിന് ഞാൻ കൊടുക്കേണ്ടത് 5 രൂപ 50 പൈസ. ഇത് പുരോഗതിയാ? ഏതോ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് പറയാതെ ഇങ്ങനെ ഒരു രീതി രാജ്യം സ്വീകരിക്കുമോ? മുസ്ലിമിന്റെ ബാധ്യത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജീവിതം എളുപ്പമായി കൊടുക്കല. ഈ ജോലി മുസ്ലിം ചെയ്യാത്തോണ്ടാണ് മുസ്ലിം എടുക്കാത്ത നാണയമായത്. ഈ ജോലി മുസ്ലിം ചെയ്യാത്തത് കൊണ്ടാണ് മുസ്ലിമിന് മാർക്കറ്റിൽ മൂല്യമില്ലാണ്ടായത്. ഇത് തിരിച്ചറിയാൻ വളർന്നു വരുന്ന ചെറുപ്പക്കാർ തയ്യാറാവണം. അതിനായി ഇത്തരം സ്ഥാപനങ്ങൾ. അപ്പൊ ആ കുട്ടി CA പാസ്സാവണം, അവൻ ഉന്നത മാർക്ക് വാങ്ങണം. അത് ഈ സദസ്സിന്റെ ആഗ്രഹമാണ്. നിങ്ങളെല്ലാമേ പറഞ്ഞല്ലോ. എന്നിട്ട് അവൻ ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. അവന്റെ കാൽക്കുലേഷനിൽ മൂലധനവും മൂല്യധനവും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നത് രാജ്യത്തിന് ഉപദേശിക്കാൻ പറ്റുന്ന അമർത്യ സെന്നിനും അപ്പുറമുള്ള ഒരാളായിട്ട് ഈ മകന്, ഈ CA-കാരന് അള്ളാഹു ഉയർച്ച കൊടുക്കട്ടെ. കാരണം അവൻ വളരണം, അവൻ ഇസ്ലാം പറയണം. ഒരു മുസ്ലിമിന്റെ ബാധ്യത എല്ലായിടത്തും ഇസ്ലാം പറയലാണ്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ എന്റെ രാഷ്ട്രീയം പറയല് ഇസ്ലാമായിട്ടാണ്. എനിക്കൊരു വൈദ്യശാസ്ത്ര രീതിയുണ്ട്, ഞാൻ അവിടെ ഉപയോഗിക്കൽ എന്റെ ഇസ്ലാമാണ്. എനിക്ക് പൊതുവിഷയത്തിലൊരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ അവിടെ ഉപയോഗിക്കൽ എന്റെ ഇസ്ലാമാണ്. ഈ രീതി മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ ഈ രാജ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളവരായി നമ്മൾ മാറും. ഇത് നല്ല എഴുത്തായി, നല്ല സന്തോഷമായി. എനിക്കൊരു കാര്യം പറയാൻ പറ്റിയല്ലോ. സാമ്പത്തിക ദുരിതങ്ങൾക്ക് പുതിയ സാമ്പത്തിക ശൈലി പരിഹാരമല്ല. പുതിയ എക്കണോമിക്സ് പരിഹാരമല്ല. അത് തിരിച്ചറിയണം. ഇനിയും അതിരൂക്ഷമായ സാമ്പത്തിക ദുരിതത്തിലേക്ക് മനുഷ്യ സമുദായം പോവാ. പക്ഷേ ഇത്തരം മിടുക്കന്മാർ, ഇത് പഠിക്കണമില്ല, തല വേണം. ഇത്തരം മിടുക്കന്മാര് വളർന്നു വന്ന് രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രതിഭയായാൽ അങ്ങനെ വേണം. ഇവരെ പോലെയുള്ള ആളുകൾ, ഈ കുട്ടിയെ പോലെയുള്ള ആളുകൾ രാജ്യം അംഗീകരിക്കുന്ന പ്രതിഭയായി തീരണം. അവന്റെ വാക്കിന് മൂല്യമുണ്ടാവണം. അതിന് നമ്മുടെ ദുആ വേണം. ആ നിലയിൽ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ അവർ ചോദിച്ച മറ്റെല്ലാ കാര്യങ്ങളും, കുടുംബത്തിന്റെ എല്ലാവർക്കും നല്ല ആരോഗ്യം അള്ളാഹു നൽകട്ടെ. അതുപോലെ അവരുടെ ആൺകുട്ടിക്ക് അനുയോജ്യയായ, അവരോട് ചേരുന്ന നല്ല ഇണയെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. വിജാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ എല്ലാ ദുആവും കബൂൽ ചെയ്യുമാറാവട്ടെ. ചൊറിക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? പ്രത്യേകിച്ച് വട്ടച്ചൊറി, അതിന് മരുന്ന് കൂടി കഴിക്കണം. കാരണം വെച്ചാൽ ചില ചൊറികൾ എന്താ പറയാ, ചർമ്മഭാഗത്ത് കാണുന്ന ചൊറി എന്ന് പറയുന്നത് പലപ്പോഴും രക്തത്തിന്റെ ഉള്ളിലുള്ള പഴുപ്പിന്റെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആന്തരികമായ ഭാഗത്തെ ചില പഴുപ്പിന്റെയോ പുറത്തെ ലക്ഷണം മാത്രമായിരിക്കും ചൊറി എന്നുള്ളത്. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ എന്നതും സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്നതും ഓതുന്നതും അത് ഓതി മന്ത്രിച്ച് വെള്ളം ഒഴിക്കുന്നതും ആ വെള്ളം കുടിക്കുന്നതും ചൊറിക്കുള്ള ശിഫക്ക് ഖുർആനികമായി കാരണമാകുന്നൊരു വിഷയമാണ് എന്നതോടൊപ്പം ആന്തരികമായ ചില മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ രോഗം പൂർണ്ണമായി ശിഫയാകുന്നത് വരെ എരുകൂടിയ, പുളി കൂടിയ, അതുപോലെ കൃത്രിമ രുചികൾക്ക് വേണ്ടി മസാല ചേർത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ മാറി നിന്നാൽ എളുപ്പത്തിൽ ഈ അസുഖം മാറിക്കിട്ടും. മൈഗ്രെയിൻ്റെ അസുഖവും ചോദിച്ചിട്ടുണ്ട്. തലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയ പ്രയാസമുള്ള രോഗമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പം 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ തലവേദന വരും, ശക്തമായി ശരീരം ക്ഷീണിക്കും, പല കാര്യത്തിലും ശ്രദ്ധ കിട്ടൂല. അങ്ങനെ വിഷമിക്കുന്ന രോഗമാണ് മൈഗ്രെയിൻ. അവർക്കും ശിഫയുടെ വഴിയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു മന്ത്രമുണ്ട്. വേദനക്ക് ആശ്വാസം നൽകുന്ന മന്ത്രമുണ്ട്. ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അലീമി മിൻ ശർരി കുല്ലി ഇർഖിൻ ആരിൻ വമിൻ ശർരി ഹർരിൻ നാർ എന്ന പരിശുദ്ധ ഹദീസിൽ വന്ന വേദനാസംഹാരിയായ ആ ഹദീസിന്റെ വചനം 7 or 9 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓതാം. കയ്യിലൂതി തടവുന്നത് വേദനക്ക് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം ഉദരത്തെയും ശിരസിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ല ചികിത്സ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര പഴക്കമുള്ള മൈഗ്രെയിൻ്റെ അസുഖവും ശിഫയാവും. എനിക്കൊരുപാട് അങ്ങനെ അനുഭവമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മനസ്സിലായില്ലേ? പിന്നെന്താണുള്ളത്?
കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ ഉസ്താദ് ഇവിടെ മുമ്പ് വന്നപ്പോൾ എൻ്റെ മകനുണ്ടായൊരു രഹസ്യമായ അസുഖം മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ എൻ്റെ മകൻ ആ അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു. മാഷാ അല്ലാഹ്. അത് ഈ സദസ്സിൻ്റെ ബർക്കത്താണ്. അൽഹംദുലില്ലാഹ്. അവരെഴുതി തുറന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, ഈ മാട്ടൂൽ ഇർഫാനിയ, ഞാനതാ പറയണത്, ഇത് നമ്മളൊന്നും ബർക്കത്തല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ മുകളിൽ ഒരു മഹാനുഭാവനുണ്ട്, അവരെ ആദരിക്കുന്ന അള്ളാഹു ഉണ്ട്. അള്ളാഹുവിൻ്റെ മഹാന്മാരെ ആദരിക്കും. അത് ഈ മുറ്റത്ത് വെച്ച് ദുആ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മഹാനുഭാവന്റെ ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹു മഹത്തുക്കൾക്ക് നൽകിയ ഗുണമാണ്, ചില സമയത്തിന് നൽകിയ ഗുണമാണ്, ചില സ്ഥലത്തിന് നൽകിയ ഗുണമാണ്. അത് അൽഹംദുലില്ലാഹ് അവർ സന്തോഷത്തോടെ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. ആ കുട്ടിയുടെ ആരോഗ്യം അള്ളാഹു നിലനിർത്തട്ടെ. അള്ളാഹു കുട്ടിയുടെ ആരോഗ്യം നിലനിർത്തട്ടെ. ഈ ഇർഫാനിയയുടെ മുറ്റത്തുള്ള മജ്ലിസ് അപ്പൊ സാധാരണ മജ്ലിസ് അല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ എഴുത്ത്. അതുകൂടി മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന റാത്തീബിന്റെ മജ്ലിസ്, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വീടായി ഈ സ്ഥാപനത്തെ കാണണമെന്ന് പറയാൻ കാരണം അതാണ്. അത് മനസ്സിലായിക്കോളി. അൽഹംദുലില്ലാഹ് അത് സുഖമായിട്ടുണ്ട്, നല്ല കാര്യമാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഉസ്താദിനോട് എൻ്റെ വിഷമം വീണ്ടും അറിയിക്കുകയാണ്. എനിക്ക് സ്വന്തമായൊരു വീടില്ല. നോക്കൂ നിങ്ങൾ, അവർക്ക് വീടില്ല പ്രിയപ്പെട്ടവർ. അള്ളാഹുവേ, നീ കഅബാലയത്തിൻ്റെ ഉടമസ്ഥനാണ്, കഅബാലയത്തിൻ്റെ രക്ഷിതാവാണ്. അള്ളാഹുവേ, അവർക്ക് നീ ഒരു വീട് കൊടുക്കണം തമ്പുരാനെ. അള്ളാഹുവേ അവർക്ക് നീ എളുപ്പത്തിലൊരു വീട് കൊടുക്കണം തമ്പുരാനെ. നിന്റെ സർവ്വ ഭവനങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ നല്ല വീട് കൊടുക്കണേ അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കുമ്പോൾ സ്ഥലം പടച്ചവൻ തന്നിട്ടുണ്ട്. വീടെടുക്കാനുള്ള ഒരു സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വീട് എങ്ങനെ തുടങ്ങും എന്ന് ചെയ്യുമെന്നൊന്നും അറിയില്ല. നിങ്ങളൊരു ബേജാറാവണ്ട, അള്ളാഹു നിങ്ങളെ സലാമത്താക്കും. നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ സൂറത്തുൽ ഫത്ഹ് 27 ദിവസം മുടങ്ങാതെ ഓതാൻ തുടങ്ങുക. 27 തുടങ്ങിയ 27 അങ്ങനെ പോകണം. അതിനുശേഷം വീടിന്റെ പണി തുടങ്ങലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങൾ മുഷാവറ ചെയ്യുക. എന്നുവെച്ചാൽ കൂടിയാലോചന നടത്തുക. ഏതെങ്കിലും മഹാനോട് പറഞ്ഞിട്ട് ഓരോട് ബർക്കത്തിന് എന്തെങ്കിലും ഒരു പൈസയും ചേരും ചിലപ്പോൾ ദ്വാരപ്പിക്കുകയും ചെയ്യും. അതിലൂടെ നിങ്ങളുടെ വീടിന്റെ പണിയങ്ങ് തുടങ്ങി കിട്ടും. സൂറത്തുൽ ഫത്ഹ് എന്നാണ് ഞാൻ പറഞ്ഞത്, സൂറത്തുൽ ഫാത്തിഹ അല്ല. സൂറത്തുൽ ഫത്ഹ് 27 തവണ ഓതി തീർക്കുക. നിശ്ചയം അള്ളാഹു നിങ്ങളുടെ കാര്യം സലാമത്താക്കി തീർക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതുപോലെ എല്ലാം ഹൈറായ വഴികളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. അതിൽ തുടക്കം തന്നെ അങ്ങനെയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന. അള്ളാഹു വലിയൊരു വഴി നിങ്ങൾക്ക് തുറന്നു തരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ എന്താണ്, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മകനുണ്ട്, അവന് ശമ്പളം കൂട്ടി കിട്ടണം. അള്ളാഹു ആ ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. യാ അല്ലാഹു യാ ഫത്താഹ് യാ റസാഖ് യാ മുഗ്നി യാ കാഫി യാ ഗനിയ്, ഇതൊക്കെ നിന്റെ പരിശുദ്ധങ്ങളായ നാമങ്ങളാണ്. ആ കുട്ടിയുടെ ശമ്പളത്തിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ റിസ്ക്കിൽ നീ വിശാലത കൊടുക്കണേ അല്ലാഹ്. അവരുടെ റിസ്ക്കിൽ നീ വിശാലത കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ കുട്ടി കരയാൻ തുടങ്ങിയാൽ ഭയങ്കര വാശിയാണ്. അതിൻ്റെ മരുന്ന് പറഞ്ഞല്ല അല്ലേ, കരഞ്ഞ് തളർന്ന് ഉറങ്ങലാണ്, കരച്ചിൽ നിർത്തുന്നില്ല. കുട്ടിയെ തട്ടി നടക്കാനും പറ്റുന്നില്ല, കൈ കടച്ചിലാണ്. അങ്ങനെ കുട്ടികളുടെ കരച്ചിൽ മാറ്റാനുള്ള ഞാൻ മുമ്പൂടെ പറഞ്ഞതാണ്. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രാത്രി പുറത്തൊന്നും ഇറക്കാത്ത കുട്ടിയാണ്. രാത്രി പുറത്തിറക്കുന്ന കുട്ടിയാണെങ്കിൽ നടക്കൂല. രാത്രി മഗ്‌രിബിന് ശേഷം പുറത്തൊന്നും ഇറക്കാതെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇക്കാമത്ത്, ചുണ്ടടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് മൂർദാവിൽ ഊതുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ്. കുട്ടികളുടെ അമിതമായ കരച്ചിൽ, അമിതമായ വാശി, അപസ്മാരം, ഇതിനൊക്കെ ശിഫ കിട്ടുന്ന ഹദീസിൽ വന്ന വളരെ അമൂല്യമായൊരു ചികിത്സയാണിത്. മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ബാങ്ക്, ഇത് വളരെ ഗൗരവമാണ്. നിങ്ങൾക്ക് ബാങ്കല്ലേ അങ്ങനെയല്ല ഉണ്ടോ? എത്രയോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളിൽ ഈ അത്ഭുതകരമായ രീതിയിൽ ശിഫ കിട്ടിയത് എൻ്റെ അനുഭവത്തിലുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളെന്ത് വേണം? വലത് ചെവിയിൽ ചുണ്ടടുപ്പിച്ച് വെക്കണം. അങ്ങനെ പേരിന് ചെയ്യരുത്. വളരെ നല്ല ബഹുമാനത്ത്, നല്ല ഉദലെടുത്ത്, നല്ല റാഹത്ത് തന്നെ ഇത് ചെയ്യണം. ഒരു ചികിത്സ എന്നുള്ള നിലക്ക് ചെയ്യണം. ആ നിലക്ക് ചെയ്യണം. നിന്നോളും. വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇക്കാമത്ത്, എന്നിട്ട് മൂർദാവിൽ ഊതുക. പിന്നെ കുട്ടിക്ക് വയറ് സംബന്ധമായ അസുഖം ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. വയറ്, ചെവി, ഇത് രണ്ടിലും വല്ല അസുഖമുണ്ടോ എന്ന് നിർബന്ധമായും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ചെറിയ കുഞ്ഞൊക്കെ ആണെങ്കിൽ ജനനേന്ദ്രിയത്തിൽ, മൂത്രനാളിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും കൂടി പരിശോധിപ്പിക്കണം. യൂറോളജിസ്റ്റിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ അതിനറിയുന്ന ഡോക്ടർമാരെ കണ്ടിട്ട് അതുകൂടി പരിശോധിപ്പിക്കണം. അത്തരം ചില വിഷയങ്ങളുണ്ടെങ്കിലും കുട്ടികളിൽ വല്ലാത്ത കരച്ചിലുണ്ടാവും. നമ്മളിങ്ങനെ വെറുതെ തിരിയാണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. അള്ളാഹു ശിഫയും ആഫിയത്തും സലാമത്തും സമാധാനമുള്ള ജീവിതവും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
പിന്നെന്താ ചോദിച്ചത്? പിന്നെ പോളിയോ കുത്തിവെപ്പിന്റെ വിധി എന്തെന്നാ ചോദിച്ചത്. വിധി പറയേണ്ടത് ഫിഖ് അറിയുന്നവരാണ്. ഞാൻ ഫിഖ് അറിയുന്നത് മൗലവിമാർ പറയേണ്ട മറുപടിയാണ്. ഞാൻ ഫിഖ് അറിയുന്ന ആളല്ല, ആലിമല്ല, മനസ്സിലാക്കണം. ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പോളിയോ കുത്തിവെപ്പിന്റെ വിധി എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, എനിക്കറിയില്ല. വിധി പറയാൻ ഞാൻ ആളല്ല. അത് ആലിമീങ്ങൾ, ഫിഖ് അറിയുന്ന ഫുഖഹാ പറയേണ്ടതാണ്. മനസ്സിലായില്ലേ? പിന്നെ ശരീരശാസ്ത്രം അറിയുന്നതുകൊണ്ട് ചില കാര്യം ഞാൻ പഠിക്കുന്ന, ശരീരശാസ്ത്രം അറിയുന്നുണ്ട് അല്ല, ശരീരശാസ്ത്രം അറിയുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്ക് മനസ്സിലായത്, രോഗം വരാതിരിക്കാൻ മരുന്നിന്റെ ആവശ്യമില്ല. രോഗം വരാതിരിക്കാൻ മരുന്നിന്റെ ആവശ്യമേ ഇല്ല. അതിന് സംവിധാനങ്ങൾ ശരീരത്തിലുണ്ട്, വായുമണ്ഡലത്തിലുണ്ട്, വെള്ളത്തിലുണ്ട്, പഴത്തിലുണ്ട്, ഭക്ഷണത്തിലുണ്ട്. ഒരു മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിന്റെ പത്തോജൻ, പിന്നെ ഞാൻ പഠിച്ചെടുത്തോളം, ഞാനിത് പഠിച്ചു വരുന്നൊരു വിഷയമാണ്. രോഗത്തെയാണ് കുത്തിവെക്കുന്നത്. രോഗത്തെയാണ് കുത്തിവെക്കുന്നത്. രോഗം വരാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് രോഗത്തെയാണ് കുത്തിവെക്കുന്നത്. ഞാൻ ഈ സദസ്സിൽ അടക്കം പറഞ്ഞു, മന്ദിരോഗം വരാതിരിക്കാൻ വേണ്ടി കുത്തിവെച്ച മരുന്ന് അബദ്ധമായിരുന്നു എന്ന് കുത്തിവെച്ച ആളുകൾ തന്നെ പ്രസ്താവിച്ചു. പത്രവാർത്ത എന്റെ കയ്യിലുണ്ട്. പത്രവാർത്ത എന്റെ കയ്യിലുണ്ട്. വാക്സിനേഷനെ കുറിച്ച് 30 കൊല്ലം പഠിച്ച പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത് ഫെയിലാണ്, അപകടമാണെന്നാ പറഞ്ഞത്. 30 കൊല്ലം നിരന്തരം ഗവേഷണം നടത്തിയ ആള് പറഞ്ഞത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ ഖദീജ മുംതാസ് പറഞ്ഞത് ഇത് അബദ്ധമാണ്, അപകടമാണ്. അവരൊക്കെ പറഞ്ഞത് പറയാം, അല്ലാണ്ട് എന്റെ അഭിപ്രായത്തിന് വലിയ മൂല്യമില്ല. പ്രഗത്ഭർ പറഞ്ഞിരിക്കുന്നു ഇത് അപകടമാണ്. ഖദീജ മുംതാസ് ഇപ്പോഴുള്ള ഡോക്ടറാണ്, ജീവിച്ചിരിപ്പുണ്ട്. സാധാ ഹെൽത്ത് ക്ലിനിക്കിൽ ജോലി ചെയ്ത ആളല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആളായിരുന്നു. അപ്പൊ പ്രഗത്ഭരായ നല്ല രൂപത്തിൽ ആരോഗ്യശാസ്ത്രം അറിയുന്ന ആരും ഇതിനെ അംഗീകരിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് ഉപദേശിക്കുന്നു, താല്പര്യമുള്ള ആൾ ചെയ്യുക. ഹൈക്കോടതി പറഞ്ഞത്, അതിലിപ്പോ ഹൈക്കോടതിന്റെ വിധിയാണ് ഞാൻ അവസാനം പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വെച്ചോ, ഒരു രക്ഷിതാവിനെ നിർബന്ധിക്കാൻ ആർക്കും അധികാരമില്ല. ഹൈക്കോടതിയുടെ ഒരു വിധിയെ ആരെങ്കിലും മറികടന്നാൽ അതെന്താണെന്നുള്ള വക്കീൽമാരോട് ചോദിച്ചാൽ മതി. എനിക്ക് ആ കാര്യത്തിൽ അത്രേ പറയാൻ പറ്റൂ. മതവിധി പറയേണ്ടത് ഉലമാക്കളാണ്. അതുകൊണ്ട് ദയവ് ഇതെന്നോട് വിധി ചോദിക്കരുത്. മനസ്സിലായില്ലേ? നടുവിന്റെ എല്ലിന് ബലം കുറവാണ്, ബലം കൂടുവാൻ ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു തരണം. ഇവിടൊക്കെ പൊതുവെ അസ്ഥികൾക്ക് ബലം കിട്ടുന്ന പ്രാർത്ഥനയാണ് വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ യാ ഹയ്യു യാ ഖയ്യൂം പോലത്തെ ഇസ്മ. അതല്ല മഹാന്മാർ ദിക്ർ മജ്ലിസിൽ വെച്ച് യാ ഹയ്യു യാ ഖയ്യൂം, നിങ്ങൾ ഹാർട്ടിനെ ശക്തിപ്പെടുത്തും, ജീവനെ ശക്തിപ്പെടുത്തും. ഹയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു എന്ന് വിളിക്കുന്ന ജീവനെ ശക്തിപ്പെടുത്തുന്ന വലിയ സിറുള്ള ഒരു വിളിയാ യാ ഖയ്യൂം. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ പോലത്തെ ദിക്റുകളും ആയത്തുകളും പതിവാക്കുക. അത് തടവിയിട്ട് നടുവിൻ്റെ എല്ലിൻ്റെ ഭാഗത്ത് തടവുക. അത് മന്ത്രിച്ചിട്ട് ജൈത്തെണ്ണ ശരീരത്തിൻ്റെ ഭാഗത്ത് തടവുക. ഈത്തപ്പഴവും നേന്ത്രപ്പഴവും ജൈത്തെണ്ണയും ഭക്ഷണമായി കഴിക്കുക. പിന്നെ മാംസത്തിൻ്റെ എല്ല്, മുള്ള്, മത്സ്യത്തിൻ്റെ മുള്ള് ഇതുപോലത്തെ ഭക്ഷണമായി കഴിക്കുക. അങ്ങനെ കൂടെ എല്ലുകൾക്ക് ശക്തി വരും. അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ. പിന്നെ വേറെന്തെങ്കിലും കംപ്ലൈൻറ്റ് അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. മരുന്ന് എന്ന രൂപത്തിലാണ് പരിശോധിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഏതായാലും ഞാൻ പ്രസംഗം നിർത്തുകയാണ്. സമയം ഒരുപാടായിപ്പോയി. കുറേ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ്, ക്ഷമിക്കണം. 11 മണിക്കെങ്കിലും നിർത്തേണ്ടതായിരുന്നു, 11:30 അപ്പോൾ ക്ഷമിക്കുക. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആകെ പറയാൻ ശ്രമിച്ചത് രോഗം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒറ്റ ദുആ മതി എന്നതാണ്. മരുന്ന് കുടിക്കണം, ഡോക്ടറെ കാണണം, ചികിത്സ ഒക്കെ നടത്തണം. പക്ഷേ ഈ ദുആ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ വലിയൊരു ആശ്വാസമായി തീരും.